ഫ്ലാറ്റിൽ ആ മുറിയില് ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. കർമ്മയായിട്ടാണ് വാസ്തു കണക്റ്റഡ്. ആ വീട് നമ്മൾ നാളെ ഒരു സമയത്ത് വിൽക്കുകയാണെങ്കിൽ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ ആരുടെ കയ്യിൽ വരും? മക്കൾക്ക് എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കും. വലത്തെ കാലിനാണ് എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കാറുള്ളത് എന്നൊക്കെ പറയും. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയുണ്ട്, അച്ഛനും അമ്മയും എപ്പോഴും വീടും എപ്പോഴും ഹോസ്പിറ്റലും, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഈ സംസാരിച്ചുള്ള അനുഭവങ്ങളും ഈ വീടുമായിട്ടൊരു മാച്ചിങ് ഇല്ല. ഞാൻ നോക്കുമ്പോൾ വീട് കുറേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീട്. അതായത് ഈ വീട് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നത്? വേറെ ഏതെങ്കിലും നമ്മുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ ഓർമ്മയുണ്ടോ, അതിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചു. വീട്ടില് ബാധാദോഷമുണ്ട്, വീട്ടില് ദുരിതങ്ങളുണ്ട്, വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ വഴിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് പറയുന്നത്. പല ആളുകളും ഫ്ലാറ്റുകളാണ് വാങ്ങിക്കാറുള്ളത്. ചില ആളുകൾ പറയും ആ ഫ്ലാറ്റ് വളരെ മോശം ഫ്ലാറ്റാണ്. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് പറഞ്ഞത്, ഗസ്റ്റ് തന്നെ ഒരു ഫ്ലാറ്റ് കാണിച്ചായിരുന്നു. ആ ഫ്ലാറ്റിൽ ആ മുറിയില് ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫ്ലാറ്റിന്റെ ആ ഒരു സൈഡ് മൊത്തം അല്ലേ, ആ ഫ്ലാറ്റിന്റെ ഒരു വിഷയമാണെങ്കിൽ ആ ഫ്ലാറ്റിന് മുഴുവൻ വിഷയം വരട്ടെ. എന്തുകൊണ്ടാണ് ആ ഒരു ഫ്ലോറിന് മാത്രം ആ ഒരു വിഷയം വരുന്നത്? ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു ഒരിക്കലും കൺസൾട്ടിങ്ങിന് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. അപ്പൊ ഞാൻ ഈ ഫ്ലാറ്റ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് കറക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് ഇമ്പാക്റ്റും ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി ഇങ്ങനെ ആലോചിച്ചോട്ട് പറയാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോറിലുള്ള എല്ലാവരെയും ഇത് ബാധിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ശരിയാണ്, എല്ലാരെയും ബാധിക്കും. അവിടെ എന്തായിരുന്നു ഫ്ലാറ്റിന് വിഷയം? ആ ഫ്ലാറ്റിന്റെ ബാൽക്കണിയുടെ ഒരു പൊസിഷനായിരുന്നു പ്രശ്നം. അപ്പൊ അതിന്റെ കറക്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പുള്ളി എല്ലാരെയും ബാധിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ മുകളിൽ താമസിക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ലൈഫും എന്റെ ലൈഫും ഒരുപോലെ അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലാണ് നമുക്കിത് വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ. ഒന്ന്, നമ്മൾ ഓരോ ആൾക്കാരുടെയും ലൈഫില് 40% ആണ് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ മുജ്ജന്മ കർമ്മഫലം എന്നാ പറയുന്നത്. ബൈ ബർത്ത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ലക്ക് ഉണ്ട് നമുക്ക്. അതില് 25% ആണ് നമ്മുടെ പേഴ്സണൽ ലക്ക്, ഈ ജന്മത്തെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിയുടെ ഫലം. 35% ആണ് ഇതിന് എർത്ത് ലക്ക് അല്ലെങ്കിൽ വാസ്തു എന്ന് പറയുന്നത്. നമ്മൾ ഈ 35%നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ കർമ്മ അതിലൊരു മേജർ ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യത്യാസം മുകളിലുള്ള സെലിബ്രിറ്റി ഇതിലുള്ള നാള്. രണ്ടാമത്തെ കാര്യം, ഈ ഒരാളുടെയും പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല. ഞാന് കൺസൾട്ടിങ് തുടങ്ങുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയതാണ്. അപ്പൊ അവിടെ നല്ല വലിയ 2 നില വീട്, 2-3 കാറൊക്കെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അച്ഛനെയും കൂടെ കൊണ്ടുപോയിരുന്നു കൺസൾട്ടിങ്ങിന്. അപ്പോ ഞാൻ ഇങ്ങനെ പോയി, ഇവിടെ എത്ര കാശ് വന്നാലും ഇവിടെ ഒന്നും കൈ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് പറയാം, ഞാൻ വിചാരിച്ചു നീ എന്തൊക്കെയാണ് ഈ പറയണെന്ന്. ഞാൻ എന്ന് വെച്ചാൽ പുറമേ നിന്ന് നമുക്ക് അവരെ കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പറഞ്ഞത് വളരെ ശരിയാണ്, ഇത്ര ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെങ്കിലും എനിക്ക് അത് സേവിങ്സ് ആയിട്ടോ ഒന്നും എന്റെ കയ്യിലില്ല. അപ്പൊ പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല ഓരോ ആൾക്കാരുടെയും ലൈഫ്. നമ്മൾ ഈ ഒരു സ്പേസിനെ അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു റിയൽ ലൈഫ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഓരോ ആൾക്കാരുടെ ലൈഫിനെയും, ചില ആൾക്കാർക്ക് ഫിനാൻഷ്യലി ഭയങ്കര സപ്പോർട്ടീവ് ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ആരോഗ്യത്തെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അല്ലാതെ നമ്മൾ ആരോഗ്യമൊക്കെ കറക്റ്റ് ആയിരിക്കും, ഒരു സാധാരണക്കാരാണെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ ഏതൊരു ഏരിയനാണ് നമുക്ക് എഫക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെങ്കിലും അവിടെ ഒരു എനർജി ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാന്നാണ്. കാരണം ഇത് നമ്മളുടെ ഒരു ഷീൽഡ് പോലെയാണ്, നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കും ഒരു റോപ്പിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്ന പോലെ. അപ്പൊ ആ ഒരു സപ്പോർട്ട് നമുക്ക് പ്രകൃതി തരാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വാസ്തു പഠിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? ഇതിപ്പോ ഞാൻ എന്റെ 7th ഇയർ ആണ്. 7th ഇയർ. അപ്പം എത്രത്തോളം വീടുകൾ ഇപ്പം കൺസൾട്ടേഷൻ ചെയ്ത് കാണും? ഇതിപ്പോ ഒരു 250+ വീടുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. എല്ലാ സൈറ്റുകളും ഉണ്ട്, വീട് മാത്രമല്ല. വീട് മാത്രമാണോ ചെയ്യുന്നത്? അതായത് വാസ്തു എന്ന് പറയുമ്പോൾ വീട് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, എപ്പോഴും നമ്മള് തുടക്ക കാലഘട്ടത്തിൽ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സയൻസ് ആയിരുന്നു വാസ്തു എന്ന് പറഞ്ഞാൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ഓഫീസും കൊമേഴ്ഷ്യൽ സ്പേസും ബിസിനസ്സുകാരാണ് ഏറ്റവും കൂടുതൽ വാസ്തു നോക്കുന്നത്. കാരണം വീട്ടിൽ വാസ്തു നോക്കുമ്പോൾ രണ്ടും പേർപ്പസ് വ്യത്യാസമുണ്ട്. വീട്ടിൽ നമുക്ക് ഒത്തിരി ഏരിയാസിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റ് ജനറേഷൻ ആകും, നമ്മുടെ ഇൻകത്തിനെ മാക്സിമൈസ് ചെയ്യുക, നമ്മുടെ ചെലവുകൾ
ഉള്ള ചെലവുകളെയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അപ്പൊ ബിസിനസ് ആൾക്കാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വാസ്തുവൊക്കെ നോക്കുന്നത്. ബിസിനസ്സുകാരാണ് കൂടുതലും വാസ്തു. അവർക്ക് എനിക്കൊന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ദിനംപ്രതി കൂടിക്കൊണ്ട്. അതെ, അതായത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള സാധനങ്ങളിലാണ് അവർ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ വീടും ഓഫീസും കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു കറക്ഷൻ ചെയ്ത് തുടങ്ങുന്ന ഓഫീസിൽ നിന്നായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മണി, ഒരു 24 hours മണി ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്. അവർ ഏറ്റവും കൂടുതൽ ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഓഫീസിലായിരിക്കും. അതെ അതെ. അപ്പം വീട്ടിനേക്കാളും കൂടുതൽ ആളുകൾ ഓഫീസിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്റെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ താമസിക്കുന്ന ഇടമാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു കൊല്ലത്തിന് മുകളിലായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട്. ഞാനിപ്പോ എറണാകുളത്ത് വന്നു, ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്നെ എങ്ങനെയാണ് ഈ വാസ്തു അഫക്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ കർമ്മയായിട്ടാണ് വാസ്തു കണക്റ്റഡ്. ആ വീട് നമ്മൾ നാളെ ഒരു സമയത്ത് വിൽക്കുകയാണെങ്കിൽ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ ആരുടെ കയ്യിൽ വരും? നമ്മുടെ കയ്യിൽ വരും. അപ്പോ ആ ഒരു സ്പേസിന്റെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും നമ്മളെ തന്നെ എഫക്ട് ചെയ്യും. ഓണർഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമ്മള് താമസിക്കുന്ന വീടുമായിട്ടല്ലേ? അപ്പം രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇപ്പൊ നമ്മൾ വാടക വീട്ടിലും വാസ്തു നോക്കണോ എന്ന് ചോദിക്കും. ഏത് സ്പേസിലാണോ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ സ്പേസിലെ എനർജി നമ്മൾ ബാധിക്കും. നമ്മുടെ പേരിലുള്ള ഭൂമി അല്ലെങ്കിൽ നാളെ അത് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് നമുക്ക് വരുന്ന പോകും. ചിലപ്പോൾ അച്ഛന്റെ അമ്മയുടെയും പ്രോപ്പർട്ടി ആയിരിക്കും. അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ നമുക്കായിരിക്കും വരുന്നത്. അതും നമ്മളെ എഫക്ട് ചെയ്യും. നമ്മളൊന്ന് ഗൾഫിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു പഴയ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരനോട് പറയാം, നീ അവിടെ ഇടയ്ക്ക് അതാ വണ്ടി എടുത്ത് ഓടിച്ചോ എന്ന് പറയാണ്. അപ്പൊ ഓടിക്കുന്നു. അങ്ങനെ അതേസമയം അപ്പൊ ആ വണ്ടിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കും ഈ ഫ്രണ്ടിനോട്, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രോപ്പർ കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനൊക്കെയാണോ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം, നീ എനിക്ക് കയ്യിലുള്ള പൈസ എന്നിട്ട് നീ വണ്ടി അങ്ങ് എടുത്തോ എന്ന് പറയാ. അങ്ങനെ ആ പൈസ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വണ്ടീനെ പറ്റി അന്വേഷിക്കൂ? ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാർമിക് അക്കൗണ്ടിന് നമ്മൾ കട്ട് ചെയ്യാണ്. ആ പൈസ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മുടെ അല്ലാതായി മാറി. അപ്പൊ നമ്മളുടെ ഒരു ഓണർഷിപ്പ് വരുമ്പോഴാണ് നമുക്ക് അതിനോടൊരു കൺസേണും ആ ഒരു സ്പേസിലെ എനർജി നമ്മളെ ബാധിക്കുകയും ചെയ്തത്. അപ്പോ നമ്മൾ താമസിക്കാത്ത ഒരു ദൂരെയുള്ള ഒരു സ്പേസിലെ പ്രോപ്പർട്ടി വാസ്തു നമ്മളെ എഫക്ട് ചെയ്യും. ഞാനൊരു അനുഭവം പറയാം. ഞാനൊരു വാസ്തു കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി. ഞാൻ ഇന്ന് വരെ നോക്കിയതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ടുള്ള ഇമ്പാക്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളില്ല. പക്ഷെ ഞാൻ അവിടെ പോയ വീട്ടില് ആദ്യം അവിടുത്തെ ആ ഒരു അങ്കിള് വരാൻ ലേറ്റ് ആയി. അപ്പൊ ഞാൻ ഈ ആന്റിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആന്റിക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ക്യാൻസർ ഉണ്ടായിരുന്നു. ക്യാൻസർ സർവൈവർ ആണ്, അത് മാറി. മക്കൾക്ക് എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കും, വലത്തെ കാലിനാണ് എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കാറുള്ളത് എന്നൊക്കെ പറയും. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയുണ്ട്, അച്ഛനും അമ്മയും എപ്പോഴും വീഴും, എപ്പോഴും ഹോസ്പിറ്റലിൽ, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ സാധാരണ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിന്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട് എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി വീട് നോക്കുക ചെയ്യാറുള്ള. അപ്പൊ ഈ അങ്കിളും കൂടെ വന്നതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരം മാത്രം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ വീട് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സംസാരിച്ചുള്ള അനുഭവങ്ങളും ഈ വീടുമായിട്ടൊരു മാച്ചിങ് ഇല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വീട് കുറേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീട്. അതായത് ഈ വീട് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് വാങ്ങണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ വീട് മൊത്തം നോക്കിയിട്ട് വന്നു, ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പൊ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, വീടിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. അവസാനം സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു, വേറെ ഏതെങ്കിലും നമ്മുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ ഓർമ്മയുണ്ടോ, അതിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചു. അതങ്ങനെയായിരുന്നു. എന്നിട്ട് അവർ പ്ലാൻ കൊണ്ടുവന്ന് തന്നു. ആ വീടിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു ഇവരെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് സ്പേസിനാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഇതും നമ്മളെ എഫക്ട് ചെയ്യും. കാരണം സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് ഇത്രയും പോസിറ്റീവ് ആയിട്ടും ഒരാളെ ദൂരെയുള്ള നമ്മളെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലെ എനർജിയും നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു തെളിവായിരുന്നു അത്. മമ്മി, ചില വസ്തുക്കളുണ്ടല്ലോ, അപ്പം ആ വസ്തുക്കൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള, അതായത് ഇപ്പോ ചില വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്കിൽ ലോൺ വെച്ച് പണയം വെച്ചിട്ട് ജപ്തിയാവുന്ന വസ്തുക്കളായിരിക്കും. ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാല് ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും? ഉറപ്പായിട്ടും പറ്റും. അത് തന്നെയാണ് വാസ്തുവിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്. അതായത് ഏത് സ്പേസിനെയും, എത്ര മോശമായിട്ടുള്ള സ്പേസിനെയും നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. എല്ലാ സ്പേസും ചിലപ്പോൾ ഒരു 100% ബെറ്റർ ആക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്പേസിനെ ഒത്തിരി പോസിറ്റീവ് ആക്കാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ ഒരു ബാങ്ക് ലോൺ വന്ന് ഒരാൾ ജപ്തി ചെയ്ത് ഒരു വീട് നമ്മൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണോ, ആ ഒരു പ്രശ്നം നമുക്കും കൂടെ വരുമെന്നുള്ള. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കടം കയറിയായിരിക്കും. അതെ.
അങ്ങനെ കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് ആ ഒരു പ്രാരാബ്ദവും കടവും നമ്മൾ ഏറ്റുവാങ്ങിക്കുകയാണോ എന്നൊരു തോന്നൽ പലപ്പോഴും ആളുകൾക്കുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സംഭവം കൊണ്ട് മാത്രം നമ്മൾ അതിനെ ഭയക്കേണ്ട കാര്യമില്ല. ആ സ്പേസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ചില കറക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നന്നായിട്ട് ബെറ്റർ ആക്കി എടുക്കാം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് മാത്രം ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് നോക്കിയിട്ട് ആ ഈസിലി റെക്ടിഫൈബിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് അതിനെ വാങ്ങാൻ സാധിക്കും. ഇപ്പൊ ചില ആരും ആ കടയിൽ വന്നിരുന്നാലും കുറെ നാൾ ഉണ്ടാവില്ല, എപ്പോഴും വിറ്റ് പോകും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്. അപ്പൊ അതിലുള്ള പ്രോബ്ലത്തിനെ നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എടുക്കാം. അപ്പൊ ഒരിക്കലും നമ്മൾ ആ ഒരു മുന്നേ ഉണ്ടായിരുന്ന ആളുടെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് ഒരു സ്പേസിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ അപ്പോൾ അങ്ങനെയും കൺസൾട്ട് ചെയ്യാറുണ്ട്, ഒരു യെസ് ഓർ നോ ഡിസിഷൻ. അപ്പൊ നമ്മൾ അത് ഡിസൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ സോൾവ് ആക്കാനായിട്ട് എത്രത്തോളം കാശ് ചെലവാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കാശ് ചെലവാക്കിയാലും അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ്, എത്രത്തോളം നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ഒത്തിരി കാശ് ചെലവാക്കണം എന്നാലും അതിന് വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ നോ എന്ന് പറയും. കാരണം അവർ പർച്ചേസ് ചെയ്യാൻ പോകും, ഒത്തിരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം വാങ്ങേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ 1-2 സ്പേസ് നോക്കാന്ന് പറയും. പക്ഷെ അതേസമയം നമുക്ക് ആ ഒരു വീട് സ്ഥലവും മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഒരിക്കലും അവരോട് ആ വീട് വേണ്ട, ആ വീട് വിറ്റ് കളയൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റെമഡീസിനെ ഒക്കെ കൊടുത്ത് വരും. അപ്പൊ ഇതെല്ലാം ഓരോ ആൾക്കാർ നിൽക്കുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ റെമഡീസിനെ പറയുന്നത്. ചില ഈ വാസ്തു നോക്കുന്ന ആളുകളല്ലേ, ചില പ്ലോട്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില വീടുകൾ കാണും, അപ്പൊ ആ വീട് മൊത്തത്തിൽ പൊളിച്ചു കളയാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ വീട് മൊത്തത്തിൽ പൊളിച്ചു കളയാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വാസ്തു നോക്കിയതിനു ശേഷം? അത് ഓരോ ആൾക്കാരും ഇതിനെ റീഡ് ചെയ്യുന്നതും ഈ നിയമങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതും പല രീതിയിലായതുകൊണ്ടാണ്. ഒരിക്കലും ഒരു വാസ്തു പ്രശ്നമുള്ളത് കൊണ്ട് മുഴുവനായിട്ടും അതിനെ അങ്ങനെ പൊളിച്ചു മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. എല്ലാ സ്പേസിനെയും നമുക്ക് കറക്റ്റ് ചെയ്ത് അതിനെ ബെറ്റർ ആക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അവര് അത് തെരഞ്ഞു പോകുന്നത്. ആദ്യം പോകുന്നത് ജ്യോതിഷന്മാരുടെ അടുത്തേക്കായിരിക്കും. അപ്പൊ ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും വീട്ടില് ബാധാദോഷമുണ്ട്, വീട്ടിൽ ദുരിതങ്ങളുണ്ട്, വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതും വാസ്തുദോഷവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് അസ്ട്രോളജിയും വാസ്തുവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതെപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്നത് അസ്ട്രോളജിക്കൽ ചാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൊറോസ്കോപ്പിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്ട്രെങ്ത്, വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഓരോ ഇവന്റ്സിന്റെ ടൈമിങ്സ്, ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെയാണ് നമുക്ക് അസ്ട്രോളജിയിൽ നിന്ന് കിട്ടുന്നത്. അതൊരു മാപ്പാണ്. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോണ പോലെ ആ വഴിയൊക്കെയാണ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ആ വഴിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഡേറ്റയുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത. വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് എനർജീനെ പവർഫുൾ ആക്കുകയാണ്, നമ്മുടെ ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സഹായം, നമുക്കൊരു റോപ്പിന്റെ ഒരു സഹായം കിട്ടും. അപ്പൊ നമ്മുടെ സറൗണ്ടിങ് എനർജീനെ ഒന്നും കൂടെ സപ്പോർട്ടീവ് ആക്കുമ്പോഴാണ് നമുക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള ഈ ആക്ഷൻസിനൊക്കെ ഒരു സപ്പോർട്ട് ആകുന്നത്. അപ്പോൾ ലൈഫിൽ നമുക്ക് ഒരു മോശമായിട്ടുള്ള ഒരു സമയം വരുന്ന ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യമോ ഇതിനെയൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ ഈ വാസ്തു നമുക്ക് കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരിക്കും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഇരിക്കാം. താങ്ക് യു.